എന്റെ പേര് അബ്ദുള്ള, ബേക്കൽ സ്വദേശിയാണ്, അബുദാബിയിൽ ജോലി ചെയ്യുന്നു. ജീവജാലങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് തിരിച്ചെടുക്കുവാനുള്ള പരമാധികാരം ദൈവം തമ്പുരാനിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിച്ച് ജീവിച്ചു പോകുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു അലംഘനീയമായ വിധിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആധുനിക ശാസ്ത്രം പറയുന്നു, തോളി എന്ന ചെമ്മരിയാടിന് ജീവൻ നൽകി, എലിക്ക് ജീവൻ നൽകി, ഇതാ ഞങ്ങൾ മനുഷ്യനും ജീവൻ നൽകിയിരിക്കുന്നു. അത് എന്തുകൊണ്ടോ അമേരിക്കയുടെ ആ നിർബന്ധ ബുദ്ധി കൊണ്ട് അവർ പുറത്ത് വിടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു പരമാധികാരം ദൈവം തമ്പുരാൻ നിക്ഷിപ്തമായിരിക്കെ തന്നെ ഈ ക്ലോണിംഗ് എങ്ങനെ സാധ്യമാകുന്നു? ഇതിന് ഉത്തരം നൽകിയാൽ വളരെ ഉപകാരമായിരുന്നു. അതുതായുടെ ചോദ്യം, ക്ലോണിങ്ങോടുകൂടി പഠിച്ചവന്റെ പരമാധികാരം നഷ്ടപ്പെട്ടു പോയല്ലോ. ഇത് സത്യത്തിൽ ഭൗതികവാദികളുടെ, യുക്തിവാദികളുടെ വില കുറഞ്ഞ ഒരു പ്രചാരണം മാത്രമാകുന്നു. ജീവൻ സൃഷ്ടിക്കപ്പെട്ടു എന്നത് വളരെ വില കുറഞ്ഞ ഒരു പ്രചാരണം മാത്രമാകുന്നു. ജീവൻ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ആദ്യം ജീവൻ എന്ത് എന്ന് നമ്മൾക്കൊന്ന് നിർവചിക്കാൻ കഴിയണമല്ലോ. എന്താ ഈ സാധനം? ഞാൻ വളരെ കൃത്യമായി നല്ല ബോധത്തോടു കൂടി തന്നെ പറയട്ടെ, ഇന്ന് വരെ, ഈ ദിവസം വരെ ജീവനെ വ്യക്തമായി, സംശയരഹിതമായി, അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതീതമായി നിർവചിക്കുവാൻ ജീവശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ജീവൻ ഉണ്ടാക്കുക. എന്താ ക്ലോണിങ്ങിൽ സംഭവിച്ചത്? എന്താ ക്ലോണിങ്ങിൽ സംഭവിച്ചത്? വേറൊന്നുമില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. കപ്പ, ഇവിടേക്ക് എന്താ അത് പറയാൻ നിങ്ങൾക്കറിയില്ല. കപ്പ എന്ന് പറയുന്ന സാധനം അല്ലേ? ഈ കപ്പ കിഴങ്ങാണ്, കിഴങ്ങ് വർഗത്തിൽപ്പെട്ട സാധനം. കപ്പയുടെ നമ്മൾ വീണ്ടും കപ്പയുണ്ടാക്കാൻ എന്താ ചെയ്യാ? കപ്പയുടെ പൂവ് വരുന്നത് കാത്തു നിൽക്കില്ല, അതിൽ കായ് ഉണ്ടാകുന്നത് നോക്കില്ല. പിന്നെന്താ ചെയ്യാ? കപ്പയുടെ തണ്ട് മുറിക്കും, എന്നിട്ട് കുത്തിയിടും, അപ്പോൾ കൊണ്ടും കപ്പയുണ്ടാകും, കപ്പ മരം ഉണ്ടാകും. ഇത് കപ്പക്കാരി. ഇതേപോലെ തന്നെ കോശത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മാമൽസ് എന്ന് പറഞ്ഞാൽ സസ്തനികൾ, അത് കുട്ടികൾക്ക് മുല കൊടുക്കുന്ന ജീവികളെയാണ് മാമൽസ് എന്ന് പറയുക, സസ്തനികൾ എന്ന് പറയും. സസ്തനികളിൽ പൊതുവെ ലൈംഗിക പ്രത്യുൽപാദനമാണ് നടക്കുന്നത്. ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ സസ്തനികളുടെ കോശമുണ്ട്, രണ്ടു തരം കോശങ്ങളുണ്ട്. ഒന്ന് ജീവകോശം, പൂർണ്ണകോശം. എന്നാൽ സസ്തനികൾക്ക് മറ്റൊരു തരം കോശം കൂടിയുണ്ട്, അത് ലിംഗകോശങ്ങളാണ്, അല്ലെങ്കിൽ ബീജകോശങ്ങളാണ്. അത് അർദ്ധകോശങ്ങളാണ്, പകുതിയെ കോശം ഉണ്ടാവും. കോശത്തിന്റെ വലുപ്പത്തിലല്ല, കോശത്തിന്റെ ധർമ്മത്തിൽ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, മനുഷ്യന്റെ കാര്യത്തിലാണെങ്കിൽ 46 ക്രോമസോമുകളാണ് മനുഷ്യന്റെ ഒരു കോശത്തിലുള്ളത്. എന്നാൽ മനുഷ്യന്റെ ബീജകോശത്തിൽ 23 ക്രോമസോമുകളെ ഉണ്ടാകും. ആ 23 ക്രോമസോമുള്ള പുരുഷ ബീജവും 23 ക്രോമസോമുള്ള സ്ത്രീ ബീജവും, അഥവാ 2 അർദ്ധകോശങ്ങൾ സ്ത്രീയുടെ ശരീരത്തിൽ വെച്ച് കൂടിച്ചേരുകയും ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ പള്ളിപ്പിടിക്കുകയും അങ്ങനെ അത് വളർന്നിട്ട് കുഞ്ഞായി മാറുകയും ചെയ്യുന്നതാണ് സസ്തനികളുടെ ലോകത്ത് നടക്കുന്ന പ്രത്യുൽപാദനം. ഇവിടെ പുരുഷന്റെ ശരീരത്തിൽ നിന്ന് ഒരു അർദ്ധകോശം പോകുന്നു, സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഒരു അർദ്ധകോശം പോകുന്നു. അപ്പോ പുരുഷന്റെ സ്വഭാവം ഉണ്ടാകും, സ്ത്രീയുടെ സ്വഭാവം ഉണ്ടാകും, അല്ലെങ്കിൽ പാരമ്പര്യ സ്വഭാവങ്ങൾ ഉണ്ടാകും. എന്നാൽ ക്ലോണിങ്ങിൽ സംഭവിക്കുന്നത് പുരുഷന്റെയോ സ്ത്രീയുടെയോ ഒരു പൂർണ്ണ കോശമെടുക്കുന്നു. അവ നമ്മുടെ ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരു പൂർണ്ണ കോശം എടുക്കുന്നു. ഈ പൂർണ്ണ കോശത്തിലെ കോശ ദ്രവ്യം ഒഴിവാക്കിയിട്ട് അതിലെ ന്യൂക്ലിയസ് ഉണ്ട്. അതിന്റെ കോശത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിനകത്താണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. ഈ ന്യൂക്ലിയസ് ഒരു അണ്ഡത്തിന്റെ
ന്യൂക്ലിയസിനെ ഒഴിവാക്കിയിട്ട്, അണ്ടം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ബീജകോശം, ആ ന്യൂക്ലിയസിനെ ഒഴിവാക്കിയിട്ട് പൂർണ്ണകോശത്തിന്റെ ന്യൂക്ലിയസ് അവിടെ ഇംപ്ലാന്റ് ചെയ്യുന്നു. അപ്പൊ എന്തായി? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ പുരുഷന്റെ അർദ്ധകോശവും സ്ത്രീയുടെ അർദ്ധകോശവും, രണ്ട് ബീജകോശങ്ങൾ കൂടി യോജിക്കുമ്പോൾ ഉണ്ടാകുന്ന കോശത്തിന് നമ്മൾ പറയാം സിക്താണ്ഡം എന്നാണ്. അഥവാ ഒരു സിക്താണ്ഡമാണ് നമ്മുടെ സൃഷ്ടിയിലെ ഒന്നാമത്തെ കോശം എന്നർത്ഥം. അപ്പൊ ഞാൻ എന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ വളരുമ്പോ എന്റെ ആദ്യപടി പിതാവിന്റെ അർദ്ധകോശവും മാതാവിന്റെ അർദ്ധകോശവും കൂടിച്ചേർന്നുണ്ടായ സിക്താണ്ഡമാണ്. ആ സിക്താണ്ഡം പിന്നെ വിഭജിച്ചിട്ടാണ് ഞാനുണ്ടായത്. ഇതിന് പകരം ഒരു പൂർണ്ണകോശത്തെ, അഥവാ മനുഷ്യന്റെ കാര്യത്തിലാണ് നടക്കുന്നതെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിലെ ഒരു പൂർണ്ണകോശത്തിന്റെ ഒരു കോശ ന്യൂക്ലിയസ് എടുത്തിട്ട് അണ്ടത്തില് അകത്ത് ഇംപ്ലാന്റ് ചെയ്യുന്ന അതിലത്തെ ന്യൂക്ലിയസ് ഒഴിവാക്കി. അപ്പൊ അതെന്തായി? ഒരു പൂർണ്ണ കോശമായി മാറി, അഥവാ ഒരു സിക്താണ്ഡമായി മാറി. ഈ സിക്താണ്ഡത്തെ ഗർഭാശയത്തിലേക്ക് നിക്ഷേപിക്കുന്നു, ഗർഭാശയത്തിൽ വെച്ച് അത് വളരുന്നു. ഇതാണ് ക്ലോണിംഗ്. ഇവിടെ എവിടെയാണ് ജീവന്റെ സൃഷ്ടി നടന്നത്? ഇവിടെ എവിടെയാണ് ജീവന്റെ സൃഷ്ടി നടന്നത്? എവിടെ നടന്നിട്ടില്ല. പലപ്പോഴും ഭൗതികവാദികൾ ഈ രൂപത്തിലാണ്. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിന് പടച്ചവനെ തല്ലാനുള്ള വടിയാക്കി ഉപയോഗിക്കാൻ ഭൗതികവാദികൾ വളരെ സമർത്ഥരാണ്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്നാണ് എന്റെ ഓർമ്മ, ടെസ്റ്റ് ട്യൂബ് ശിശു കണ്ടുപിടിക്കപ്പെട്ടു. ഇപ്പൊ നമ്മുടെ എല്ലാം നാട്ടിലെ സാധാരണ ഹോസ്പിറ്റലുകളിൽ പോലും നടത്താറുള്ള IVF ആണ്. IVFന്റെ മറ്റൊരു രൂപമാണ് ടെസ്റ്റ് ട്യൂബ് ശിശു. ഈ ടെസ്റ്റ് ട്യൂബ് ശിശു കണ്ടുപിടിക്കപ്പെട്ട് വാർത്ത വന്ന അന്നത്തെ എന്റെ സയൻസ് അധ്യാപകന്റെ വിശദീകരണം കേട്ടാൽ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് പുരുഷ ശുക്ലവും സ്ത്രീയുടെ ബീജോട്ട് ഇങ്ങനെ കുലുക്കിയപ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ള കോലത്തിലായിരുന്നു. സത്യത്തിൽ എന്തായിരുന്നു ടെസ്റ്റ് ട്യൂബ് ശിശു? ഒന്നുമില്ല. ഗർഭാശയത്തിന് എന്തെങ്കിലും കുഴപ്പമുള്ള പുരുഷന്റെ സ്ത്രീയുടെ അല്ലെങ്കിൽ അണ്ടത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാം തന്നെ ഈ ബീജസങ്കലനം ഉണ്ടല്ലോ, ബീജസങ്കലനം, പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടിച്ചേരുക എന്ന പ്രവർത്തനം, അത് പുറത്തു വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വെച്ച് നടത്തിയിട്ട് ഗർഭാശയത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ടെസ്റ്റ് ട്യൂബ് ശിശു. വേറൊന്നുമില്ല. എന്നാൽ അത് ദൈവത്തെ അടിക്കാനുള്ള വടിയായി. ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങളും. ഇവിടെ എന്താ ഞാൻ പറഞ്ഞ ക്ലോണിങ്ങിന്റെ കംപ്ലീറ്റ് കാര്യമാണ് ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞത്. ഇതിന് ഒരുപാട് സാഹചര്യം വേണം, ഒരുപാട് കാര്യം വേണം, ഒരുപാട് അവസ്ഥകൾ വേണം, ഒരുപാട് സംവിധാനങ്ങൾ വേണം, എല്ലാം ശരിയാണ്. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ല. ഇതിലെവിടെ സൃഷ്ടി നടന്നത്? ഇതിലെവിടെ സൃഷ്ടി നടന്നിട്ടില്ല. ഒരു കോശത്തെ പോലും ഇതുവരെ സൃഷ്ടിക്കാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടല്ലേ ജീവനെ പറയാം, ഒരു കോശത്തെ. ഇനി സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക, എന്നാൽ പടച്ചോന്റെ പരമാവധികാരം പൊളിയോ? അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയും വേണ്ട ആവശ്യമില്ല. ഒരു ജീവന്റെ എന്തെങ്കിലും ഒരു സ്വഭാവത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ, ആർട്ടിഫിഷ്യലായിട്ട് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ പടച്ച തമ്പുരാനെ പ്രസക്തി നഷ്ടപ്പെടല്ല ചെയ്യാം. മറിച്ച് പടച്ച തമ്പുരാനെ നമുക്ക് കൂടുതൽ അറിയാൻ കഴിയും എന്നുള്ളതാണ് സത്യം. കാരണം എന്താ? നമ്മൾ ജീവൻ ആർട്ടിഫിഷ്യലായിട്ട് സൃഷ്ടിക്കാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 2000-ലേറെ കൊല്ലായി. ഈ 2000 കൊല്ലങ്ങളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി ഒരു ദിവസത്തിൽ, ഒരു നിമിഷത്തിൽ ജീവൻ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടായി എന്ന് വിചാരിക്കുക. എങ്കിൽ ഈ 2000 കൊല്ലമായുള്ള ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരുടെ നിരന്തരമായ പരീക്ഷണ പ്രവർത്തനങ്ങളുടെ അത്രയും ബുദ്ധിയും അത്രയും ചിന്താശക്തിയും ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ട് മാത്രമുണ്ടായ ഒരു ജീവൻ എന്നുള്ള പ്രതിഭാസം ഈ പ്രപഞ്ചത്തിൽ വളരെ ആകസ്മികമായി ഉണ്ടായി എന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയോ? ഈ 2000 കൊല്ലമായുള്ള ശാസ്ത്രജ്ഞന്മാരുടെ നിരന്തരമായ പരിശ്രമം കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം. ഒരു ഇടിമിന്നൽ ഉണ്ടായപ്പോ തന്നാലെ ഭൂമിയിൽ ഉണ്ടായി നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായും ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി ജീവൻ പരീക്ഷണശാലയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിചാരിച്ചാൽ പോലും ഒരിക്കലും ദൈവാസ്തിത്വത്തിന് അതൊരു ചോദ്യചിഹ്നമായി മാറില്ല എന്നതാണ് സത്യം. പക്ഷേ എന്തിനും
ദൈവത്തെ തല്ലാനുള്ള വടി ആയി ഉപയോഗിക്കുന്ന ഈ ആളുകൾക്ക് എല്ലാം അതിനു വേണ്ടിയുള്ള മാർഗമായി തീരും എന്നതൊരു ചരിത്ര പാഠമാണ്. അത്രേ ക്ലോണിങ്ങിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. ക്ലോണിങ്ങിൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ചില ആളുകൾ പറഞ്ഞിട്ടാൽ നമുക്ക് ഒരു മനുഷ്യനെ ഒരേപോലുള്ള അളവാണെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന മാതിരി ക്ലോൺ ചെയ്യാന്നല്ല, അതാണ് ഫോട്ടോസ്റ്റാറ്റ് മെഷീന്റെ മാതിരി ഒരു മെഷീനിൽ വെക്കുക, ഹിറ്റ്ലർമാരെ വേണം, 100 ഹിറ്റ്ലർ, 100 ഹിറ്റ്ലറെ 100 ഹിറ്റ്ലറെ പിടിച്ചോ. ഇങ്ങനെ ആണ് ക്ലോണിങ് നല്ല ഉള്ള ധാരണ ഉണ്ടാക്കിയത്. സത്യത്തിൽ ശാസ്ത്ര നോവലുകളാണ്, അതല്ലാതെ ശാസ്ത്രമല്ല.